ബേസിൽ. ഇനി DP8 എടുക്കാം. DP8 സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നിട്ടുണ്ട് അല്ലേ, SP തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ല, ഏതാണ്? ക്വാണ്ടിറ്റിയാണ്. ഓക്കെ അല്ലേ, ക്വാണ്ടിറ്റി എത്ര പറഞ്ഞു? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 10 യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. എത്ര യൂണിറ്റ് ഉണ്ടാക്കി ഇൻറ്റു എത്ര അടിക്കണം? 10 അടിക്കണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടും അല്ലേ? യെസ്. ഇനി ഇവർ എത്ര സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എത്രയാണ്? 1000 യൂണിറ്റ് അല്ലേ. ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാണ്? 900 ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ മിസ്സിങ് ഉണ്ട്, എഴുതി വെക്കുക. എ, കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ. ദെൻ അടുത്തത് രണ്ടാമത്തെ ഒരു പറഞ്ഞുള്ളത് ബി, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. ഇത് 2 എണ്ണമാണ് ആവശ്യപ്പെട്ടത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എക്ക് ആൻസർ ചെയ്യാം. എ സാധാരണ നമ്മൾ കാണുന്ന വേരിയൻസ് ഒന്നുമില്ല, അതിൽ ചെറിയൊരു വർക്കിംഗ് നോട്ട് മാത്രമാണ്. എഴുതാം. കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ അല്ലേ? എങ്ങനെ കാണാം സ്റ്റാൻഡേർഡ് കോസ്റ്റ്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. നമ്മുടെ അടുത്ത് പറഞ്ഞുള്ളത് 10 യൂണിറ്റ് വേണം മെറ്റീരിയൽ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ എന്ത് പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ? ഒരു മെഷീനാണെന്ന് വിചാരിക്കുക. ഈ ഒരു മെഷീൻ ഉണ്ടാക്കാൻ 10 കിലോഗ്രാം എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം. ഓക്കെ അല്ലേ? ക്ലിയർ? 1 കിലോഗ്രാമിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 രൂപ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, 1 കിലോഗ്രാമിനാണ് ഇവിടുത്തെ പെർ യൂണിറ്റ് ഞാൻ എന്താക്കുകയാണ്? കിലോഗ്രാം ആക്കുകയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെ ആക്കണം, അല്ലാതെ പറ്റില്ല. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര വേണം? അപ്പോൾ 1 യൂണിറ്റ് ഉണ്ടാക്കാനല്ല 10 രൂപ. 10 രൂപ എന്തിനാണ് മക്കളെ? ഇരുമ്പിൻ്റെ പൈസയാണ്, അയൺ സ്റ്റീലിൻ്റെ പൈസ. 1 കിലോഗ്രാം സ്റ്റീലിന് എത്ര രൂപ വരും? 10 രൂപ വരും. ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ എത്ര കിലോഗ്രാം വേണം? 10 രൂപ. അപ്പോൾ 10 കിലോഗ്രാം ₹10 പെർ കിലോഗ്രാം അടിച്ചാൽ കിട്ടുന്ന ₹100 ആണ് ഇത് ഒരു മെഷീൻ്റെ എന്ത് വരിക? മെറ്റീരിയൽ കോസ്റ്റ് വരിക. മനസ്സിലായില്ലേ? ഇപ്പം ഇതൊരു ഷർട്ടാന്ന് വിചാരിക്കുക. എന്താ വിചാരിക്കുക? ഷർട്ട്. കായികനല്ല, കലാകാരനല്ല ഞാൻ. ഈ ഷർട്ടിനെ 10 മീറ്റർ തുണി വേണമെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? 1 മീറ്ററിന് 10 റുപ്യാണെങ്കിൽ ഒരു ഷർട്ടിന് എത്ര റുപ്യ വരും? എന്താ ഞാൻ ഇപ്പം പറയണ്ടത്? അല്ല, അങ്ങനെ തന്നെ അല്ലേ? മെഷീൻ എന്ന് പറയണ്ടല്ലേ, ഷർട്ട് പറഞ്ഞു. എടാ, ഞാൻ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു ഷർട്ട് അടിക്കണം. അപ്പോൾ മുബീനക്ക് ഷർട്ട് അടിക്കണം. മുബീനയുടെ ഷർട്ടിന് എത്ര മീറ്റർ തുണി വേണമെന്നാ പറഞ്ഞ്? 10 മീറ്റർ. കിലോഗ്രാം മാറ്റി എന്താക്കി? 10 മീറ്റർ ആക്കി. കുഴപ്പമില്ലല്ലോ. 1 മീറ്ററിന് കടയിൽ പോയിട്ട് എത്ര രൂപ കൊടുക്കണം? 10. അപ്പോൾ മുബീനെ മേടിച്ച് വരുമ്പോൾ എത്ര മീറ്റർ മേടിക്കണം? മുബീനയുടെ ഷർട്ടിന് 10 മീറ്റർ. 1 മീറ്ററിന് എത്ര രൂപ കൊടുക്കേണ്ടത്? 10 രൂപ. അപ്പോൾ ഞാൻ ചോദിക്കാം, മുബീന, നിനക്കൊരു ഷർട്ട് ഉണ്ടാക്കാൻ എത്ര രൂപയുടെ തുണി വരും? ഒരു ഷർട്ടാണ് എന്ത് ഇവിടെ യൂണിറ്റ്. എത്ര രൂപയുടെ? 100 രൂപ പെർ ഏതാണ്? യൂണിറ്റ്. സിമ്പിൾ അല്ലേ? ഓക്കെ. യെസ്, എഴുതിക്കോ. കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ഒക്കെ കേട്ട് മുബീനയുടെ എക്സാമ്പിളൊക്കെ എഴുതി വെക്കാം. ഒരു ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര വരും? 10 മീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ ഒരു
ഒരു ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിലോ 1 മീറ്റർ തുണി മേടിക്കാൻ എത്ര രൂപ വരും? 10 രൂപ വരും. അങ്ങനെയാണെങ്കിൽ മുബീനയ്ക്ക് ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? 10 × 10 എത്രയാ? 100. ഇനി എന്താ ആവശ്യപ്പെട്ടുള്ള നിങ്ങളുടെ അടുത്ത്? ഈൽഡ് വേരിയൻസ്. ഓക്കെ അല്ലേ? യെസ്, എഴുതല്ലേ? മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്തായിരുന്നു ഇക്വേഷൻ? 1 - 4. വൺ എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. 4 എന്താ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര വരുന്നത്? സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ കുസിൽ തന്നില്ലേ? എത്രയാ? 1000 തന്നില്ലേ? 1000 ഇൻറ്റു എത്രയാ? സ്റ്റാൻഡേർഡ് പ്രൈസ് 10. മറ്റേ യൂണിറ്റിൻ്റെ പ്രൈസാണ്. ഓക്കെ അല്ലേ? ഇതേതാ? റോ മെറ്റീരിയലിൻ്റെ എത്രയാ? 10. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എക്സ്ക്യൂസ് മീ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുകളിൽ ചോദിച്ചത് ഒരു ഷർട്ട് ഉണ്ടാക്കാൻ ആവശ്യമായ റോ മെറ്റീരിയലിൻ്റെ പൈസ എത്രയാണ്? 100 രൂപ. നമ്മളിവിടെ എഴുതുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റി ഒക്കെ എന്താ? ഷർട്ടിൻ്റെ എണ്ണ അല്ല, ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയലിൻ്റെ എണ്ണ. റോ മെറ്റീരിയലിന് എത്ര രൂപയാണ്? 10 രൂപയാണ്. 10 രൂപയാണ്. അപ്പോൾ എത്ര വരും? ഇവിടെ 10,000 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. റിവൈസ് ചെയ്യാനൊന്നുമില്ല, ഏതെടുത്താൽ മതി? ആക്ച്വൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി. 900. റിവൈസ് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് മിക്സൊക്കെ വേണ്ടേ? അപ്പോൾ തന്നെ ഉള്ളൂ 900 ഇൻറ്റു എത്രയാ? 10 തന്നെയല്ലേ? ഇനി വേറെ ഒന്നും നമുക്ക് അവൈലബിൾ അല്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്, സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയല്ലേ? മൈനസ് എത്രയാ? 9000. അപ്പോൾ എത്ര വരും? 1000 എന്ത് വരും? അഡ്വൈസ് അല്ലേ? ഫേവറബിൾ വരും.